ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അപ്പൊ ഏതായാലും ഞാൻ ഇനി പറഞ്ഞു ബോറാക്കാൻ നിൽക്കുന്നില്ല. എപ്പോഴും പറയുന്നത് പോലെ കാണാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാം നമ്മുടെ ചാനല്. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ എന്താ പറയാ ഫാമിലിയിലേക്ക് ചേർന്നു കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് കിടക്കാമേ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കെട്ടൊക്കെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കെട്ടൊക്കെ വിട്ടിട്ട് നമ്മുടെ സച്ചി അവിടെ പറഞ്ഞത് കണ്ടല്ലോ. പറഞ്ഞൊക്കെ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പിന്നെ രേവതി സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. രേവതി പറയുന്നത്, നിങ്ങളെ കൊണ്ട് സാധിക്കും മനുഷ്യ, നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ മനുഷ്യ, നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു റൂം വെക്കണം, അതും അച്ഛനുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യണം. എൻ്റെ സച്ചേട്ടനെ ചെയ്യുന്നത് എനിക്ക് കണ്ണിറയെ കാണണം. എൻ്റെ സച്ചേട്ടനെ എല്ലാവരും വാഴ്ത്തി പാടണം. അങ്ങനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിയ സപ്പോർട്ടാട്ടോ കിട്ടുന്നത് നമ്മളെ സച്ചിക്ക്. ഏതായാലും ഇതൊക്കെ കേട്ടു. സച്ചിക്കും സന്തോഷമൊക്കെ ആയി. ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളപ്പം എന്താ അല്ലേ, എന്ത് രസമല്ലേ നമ്മുടെ സച്ചിയുടെ ജീവിതം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പൊ അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ. ശ്രുതി നേരെ കടയിലേക്ക് ചെന്നു. അപ്പൊ ശ്രുതിയുടെ ഇനിയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണം. അപ്പൊ ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശ്രുതിനെ പിടിച്ചാൽ കിട്ടത്തുള്ളൂ എന്ന് ശ്രുതിക്ക് അറിയാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നെന്ന് വെച്ചോട്ടെ, ആ ഒരു സമയത്ത് തന്റെ കുഞ്ഞ്, തന്റെ രക്തത്തിലുള്ള കുഞ്ഞ് അവിടെ ഉണ്ടെങ്കിൽ ശ്രുതിയോടെല്ലാം ക്ഷമിക്കൂല്ലോ എന്ന ഒരു ധാരണയാണ്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. മക്കൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചും സഹിച്ചും പുറത്തും ജീവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ, എങ്ങനെയെങ്കിലും ഒരു കുട്ടീനെ സെറ്റപ്പ് ആക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാണ്, ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇന്നല്ല നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എൻ്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്, അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാം ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരുമിച്ച് പോകാനോ, ഏയ് അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ, അതെന്താ നടക്കാത്തത്, അതെന്താ ഒരുമിച്ച് പോകാൻ പറ്റാത്തത്, വേണം, ഒരുമിച്ച് പോകണം, ഒരുമിച്ച് പോയേ പറ്റൂ. അത് മാത്രമല്ല, എനിക്ക് ശ്രുതിയോട് സംസാരിക്കാൻ കിട്ടുന്നതും ശ്രുതിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് സമയമല്ലേ ശ്രുതി, അപ്പൊ പിന്നെ ശ്രുതി എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ, എന്താ ശ്രുതി ഇത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ചപ്പോ ശ്രുതി അങ്ങ് വീണു പോവാണ്. അപ്പൊ ശ്രുതി, ആഹാ അത് കൊള്ളാലോ ശ്രുതി, ഇത്രയും ദിവസം ഞാനായിരുന്നല്ലോ നിന്നോട് അങ്ങോട്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, ഇപ്പൊ നീ എന്നോട് ആദ്യമായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോ പിന്നെ ഞാൻ സമ്മതിക്കാതെ, അപ്പൊ പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണ്ടേ, എങ്ങനെ നമ്മള് ഷോപ്പ് പൂട്ടിയിട്ട് പോവോ, അല്ല ഷോപ്പ് നോക്കാൻ ഇവിടെ സ്റ്റാഫ് ഒക്കെ ഉണ്ടല്ലോ, ഏയ് അത് ശരിയാവില്ല, ആരെങ്കിലും ഒരാളെ നോക്കാൻ നിർത്തിയില്ലെങ്കിൽ സ്റ്റാഫിനെയൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, അത്രത്തോളം അല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരാളെ ഇവിടെ നോക്കാൻ നിർത്തിയില്ലെങ്കിൽ ശരിയാവോ, ഓ അതും ശരിയാണല്ലോ അല്ലെ, അപ്പൊ പിന്നെ എന്താ ചെയ്യുക, എനിക്ക് തോന്നുന്നതേ നമുക്ക് ആ മീരേനെ അങ്ങ് വിളിച്ചാലോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ ശ്രുതിയോട്. ആ മീരേനെ വിളിച്ച് നിർത്തിയാലും കുഴപ്പമില്ലല്ലേ, എന്നാ പിന്നെ മീരയോട് നമുക്ക് 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. അതെ, എനിക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്, കല്യാണത്തിന് പോകണം, അത് കഴിഞ്ഞ് നമുക്ക് പുറത്തൊരു റൂം എടുക്കണം, എന്നിട്ട് ഒരു ദിവസം നമുക്ക് ആ റൂമിൽ താമസിക്കണം. സത്യമാണോ ശ്രുതി, എന്നാ പിന്നെ ഞാൻ അങ്ങ് സമ്മതിച്ചു എന്നങ്ങ് ശ്രുതി പറയാണ് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ശ്രുതിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ പുറത്തു പോയി കറങ്ങണം, അവരുടെ ആ ഒരു കുടുംബജീവിതം ആസ്വദിക്കണം, ഒരു കുട്ടി ഉടനെ വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ശ്രുതി കാരണമാണല്ലോ ഇപ്പം അകന്ന് നിൽക്കുന്നത്. ഇവർ രണ്ട് അകന്ന് നിൽക്കുകയല്ല, ഒരു ഗ്യാപ്പ് എടുത്തേക്കുന്നത്. അപ്പൊ ശ്രുതിയും കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കുട്ടി ഇപ്പം വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ശ്രുതി ആരാ മോനെ, ശ്രുതി ഒന്ന് സെറ്റിലായിട്ട് ഇനി ഏതാണ്ട് 2-3 ബ്രാഞ്ചും കൂടെ ഓപ്പൺ ചെയ്തിട്ട് മതി കുട്ടികളെന്ന്, അതൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾ കാണും. ഇന്നേതായാലും ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പതുക്കെ അറിയാം കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രേവതിക്ക് ഒരു സമാധാനം കൊടുക്കൂല ചന്ദ്ര വന്നിട്ട്, അയ്യോ നീ എന്താടി എന്ന് പറഞ്ഞത്, നീ എന്ത് ശബദമടി ചെയ്തത്, നിന്റെ ശബദം ഉണ്ടല്ലോ ഒടുക്കത്തെ ശബദം, എടി ആ ശബദം പോലും ഒന്നും നടക്കാൻ പോകുന്നില്ലടി, ഓണം കയറാൻ മൂല കിടക്കുന്ന അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ശബദം എടുക്കുന്നു. എടി ഇനി നിന്റെ കെട്ടിയവന്റെ ശമ്പളം അറിഞ്ഞിട്ടാണോ നീ ഈ ശബദം എടുത്തേക്കുന്നത്, അവൻ ഏതെങ്കിലും ഒരു വണ്ടി, ഏതെങ്കിലും ഒരു ഓട്ടം കിട്ടും, പോകും, കുടിക്കും, അവൻ വരും, പിന്നെ എവിടെ നാടി പൈസ തികയാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഞാനൊരു ശബദം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ശബദം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഇനിയിപ്പോ ഈ ശബദം നിറവേറ്റിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോ രേവതിക്ക് എന്തുന്ന് പറഞ്ഞപ്പോ മിക്കവാറും അന്ന് കാക്ക തല കീഴായിട്ട് പറന്ന് നടക്കും. ആര്
നമ്മുടെ സച്ചി ഇവിടെ പൈസ കൊണ്ടുവന്ന് മേളിൽ റൂം വെക്കാൻ. ഇടി നടക്കുന്ന കാര്യമല്ലോ നിനക്ക് പറഞ്ഞാൽ പോരെ? അവൾ ഓരോ ശബ്ദം എടുത്തേക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ വരികയാണ് കേട്ടോ. അപ്പൊ വർഷ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ആന്റി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ജയവതി ചേച്ചിനെ വഴക്ക് പറയുന്നത്? വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്തിനാ മോളെ? നിനക്കറിയത്തില്ല ഇവളുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും. ഇവള് പറഞ്ഞില്ലേ ശബദമോ അതാ ഇതാ ആനയാ ചേനയാന്നൊക്കെ. ഇവള് വെറുതെ പറയുന്നതന്നെ അതൊക്കെ. ഇവൾക്ക് എല്ലാവരുടെയും മുമ്പിൽ ആളാകണം, പ്രത്യേകിച്ച് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഇവക്ക് ആളാകണം. ഇവളാണ് ഇവിടുത്തെ വലിയ ആളെന്ന് എല്ലാവരെയും അറിയിക്കണം. അതിനുവേണ്ടിയുള്ള പെടാ പാടാ ഇവിളി കിടന്ന് കാണിക്കുന്നത്. അല്ലാതെ ഇവരുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? വർഷയുടെ അമ്മ മര്യാദയ്ക്ക് 7 ലക്ഷം രൂപ കൊണ്ട് തന്നപ്പം അവളുടെ ഭർത്താവിന് അത് പിടിക്കില്ല പോലും. എടി, ഈ 7 ലക്ഷം രൂപ ഒരുമിച്ച് നിന്റെ ഭർത്താവ് കണ്ടിട്ടുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ നിർത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. പ്രത്യേകിച്ച് എന്റെ ഭർത്താവിനെ ഇങ്ങനെ അപമാനിക്കരുത്. ഒന്ന് ഓർത്തോണം, അത് അമ്മയുടെ വയറ്റിൽ പിറന്ന അമ്മയുടെ മകൻ തന്നെയല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും പറഞ്ഞു, അത് പോയിന്റ് രേവതി ചേച്ചി പറഞ്ഞത്. അല്ല, അമ്മയുടെ വയറ്റിൽ പിറന്ന മകൻ തന്നെയല്ലേ ഈ പറയുന്ന സച്ചിയേട്ടനും? പിന്നെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? അതെ, ആന്റി പറയുന്നതിൽ കുറച്ച് ന്യായങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്റെ അമ്മ പൈസ കൊണ്ട് തന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കായിരുന്നു. പക്ഷെ രേവതി ചേച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് ഒരു ന്യായവും ഇല്ല ആന്റി, ഒരു ന്യായവും ഇല്ല എന്നിങ്ങനെ വർഷയും പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് പറഞ്ഞു, നീ വർഷേനെയും ചാക്കിലാക്കിയിട്ട് വെച്ചേക്കുക അല്ലേടി, നീ അവളെയും ചാക്കിലാക്കിയിട്ട് വെച്ചേക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിനക്ക് ചാക്കിലാക്കാൻ പറ്റാത്തത് ശ്രുതിയെയും ആ ദേഷ്യ അടി നീ അവർ രണ്ടിനോടും എടുക്കുന്നത്. അവർ രണ്ടും എന്ത് ചെയ്താലും നീ അതിനെ മറുത്തു നിന്ന് സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയിട്ടോ. രേവതി ആണെങ്കിൽ എന്തെങ്കിലും പറയട്ടെന്ന് ഓർത്ത് തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, എന്ത് പറയാൻ, എന്ത് കേൾക്കാൻ എന്നുള്ള ഒരു അവസ്ഥയാണ്. ഏതായാലും ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് ഷോപ്പാണേ. ആ ഷോപ്പില്, അതായത് ശ്രുതിയുടെയും ഷോപ്പില് അപ്പൊ ഇവരിങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചല്ലോ, കല്യാണത്തിന് പോകാം, അതിനിടയിൽ റൂമൊക്കെ എടുക്കാം എന്നൊക്കെ തീരുമാനിച്ച ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു കസ്റ്റമർ ആണ്, ഒരാൾ വിളിക്കുകയാണ്, ഒരു ഡീലർ കസ്റ്റമർ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുന്നു. ശ്രുതി ഫോൺ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുകയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്, എനിക്കൊരു കുറച്ച് ഐറ്റംസ് ആവശ്യമായിട്ടുണ്ട്, അതും ഹോൾസെയിൽ ആയിട്ടാണ് എനിക്ക് വേണ്ടത്, കുറച്ചേറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തിട്ട് ഇത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഉണ്ടല്ലോ സാറേ, ഇത് നിങ്ങൾ പറയുന്ന എല്ലാ കമ്പനിയുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്, നിങ്ങൾ എടുക്കാൻ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നാളെ തന്നെ വരും. മൊത്തം ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് കച്ചവടം കിട്ടുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് ഒറ്റയടിക്ക്. അപ്പൊ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ ശ്രുതി ഫോൺ വെച്ചിട്ട് ശ്രുതിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഒരു കച്ചവടം കിട്ടിയിട്ടുണ്ട്, അവർക്കെങ്ങാണ്ട് ഒരു പുതിയ കടയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയോ ഐറ്റംസ് പോകുന്നതല്ലേ, നാളെ ഒരു 4 ലക്ഷം രൂപയുടെ ഐറ്റംസ് പോകും, അതിലൊരു 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ മിച്ചം നമുക്ക് ലാഭവും കിട്ടുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക്, അയ്യോ അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകേണ്ട കാര്യമോ? അയ്യോ അതെങ്ങനെയാ ശ്രുതി ഇനി ശരിയാവുന്നത്? നമുക്ക് കല്യാണമാണോ പൈസയാണോ വലുത്? പൈസയല്ലേ നമുക്ക് വലുത്? ആദ്യമായിട്ടാണ് നമ്മൾ കട തുറന്നിട്ട് ഇത്രയും നല്ലൊരു ലാഭം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ അതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യ്, നീ മീരേനെയും കൂട്ടി കല്യാണത്തിന് പോക്കോ, ഞാൻ ഏതായാലും ഇവിടെ നിൽക്കാം, അല്ലാതെ ഇനിയൊന്നും ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ, എന്തൊരു കഷ്ടമാണ് ശ്രുതി ഇത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രുതി, നമുക്കിപ്പം നമ്മുടെ ജീവിതമാർഗം അല്ലേ ആദ്യം വലുത് എന്നിങ്ങനെ പറയാണ്. അപ്പം പറഞ്ഞു, അതൊക്കെ ശരിയാണ്, എങ്കിൽ ശരി, ഞാനും കല്യാണത്തിന് പോകുന്നില്ല, ശ്രുതി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല, എന്തിനാ വെറുതെ ഞാനായിട്ട് ഇനി കല്യാണത്തിന് പോകുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ ശ്രുതി, നീ ഞാനില്ലെങ്കിൽ എന്താ, നീ മീരേനെ കൂട്ടിക്കൊണ്ട് പൊക്കോ, നിനക്കൊരു റിലാക്സേഷൻ ഒക്കെ ആവുമല്ലോ, നീ എന്നും ബ്യൂട്ടി പാർലർ ബിസിനസ് കട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടിപ്പിടിച്ച് നടക്കല്ലേ, അപ്പൊ നിനക്കൊരു റിലാക്സേഷൻ ആവട്ടെ, നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി പറഞ്ഞു വിടാൻ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിനെ. പക്ഷെ ശ്രുതിയുടെ ഉദ്ദേശം നടക്കണമെങ്കിൽ ശ്രുതിയും കൂടെ ചെല്ലണം, നമുക്ക് റൂമൊക്കെ എടുക്കാനായിരുന്നു ഉദ്ദേശം. നമ്മുടെ ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണം, അതാണ് ഉദ്ദേശിച്ചത്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരെ പാതിരാത്രി ആയിട്ടോ. പാതിരാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വരികയാണ്. സച്ചി കാറൊക്കെ ആയിട്ട് വന്നിട്ട് കാറൊക്കെ കൊണ്ട് നിർത്തിയിട്ട് നേരെ രേവതിനെ ഫോൺ വിളിക്കുക. അപ്പൊ രേവതി ഫോൺ എടുത്തിട്ട്, എന്താ സച്ചിയേട്ടാ ഇന്ന് വരാൻ വൈകുവോ? ഏയ് ഞാൻ വന്ന് രേവതി വെളിയില്, നീ ഇറങ്ങി വാന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചെല്ലാണ്. അപ്പൊ സച്ചി ചെന്നു, രേവതി ചെല്ലാണ്. അപ്പൊ രേവതി ചെന്നു, എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പം, അത് പിന്നെ ഞാനേ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിന്നെ കാണിക്കാൻ വിളിച്ചോന്ന് ചോദിച്ചപ്പോ, സൂത്രമോ? സാധാരണ എനിക്ക് മുല്ലപ്പൂവ് ജിലേബി ഇതൊക്കെയാണല്ലോ സച്ചിയേട്ടൻ കൊണ്ടുവരുന്നത്, ഇതിൽ രണ്ടിലും ഏതാ നിങ്ങനെ പറയാ. അപ്പം സച്ചി പറയാണ്, പിന്നെ മുല്ലപ്പൂവും ജിലേബിയും ഒന്നുമല്ല, നീ ആഗ്രഹിച്ച ഒരു സാധനമാന്ന് പറയുമ്പോ, ആഗ്രഹിച്ച സാധനം അതെന്താ സച്ചേട്ടാ ഈ ആഗ്രഹിച്ചത്? നീ ഇങ്ങ് വന്നേ, ഡിക്കി തുറക്കാണ്. എന്നിട്ട് ഡിക്കിക്കകത്ത് ആഗ്രഹിച്ച സാധനമോ? പെട്ടെന്ന് ഡിക്കി തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഇതേ കുറെ കട്ടകൾ ഇങ്ങനെ അടുക്കി ഡിക്കിക്കകത്ത് വെച്ചേക്കാം. അപ്പൊ സച്ചേട്ടാ ഇത് എന്താ സച്ചേട്ടാ, ഇത് കട്ടയോ? ഇതെന്തിനീ കട്ട? രാവിലെ നീ പറഞ്ഞതൊക്കെ മറന്നു പോയോ രേവതി?
നീയല്ലേ രേവതി പറഞ്ഞത് നമുക്ക് വീട് മുകളിൽ കെട്ടണമെന്ന്? അല്ല, അതിനീ 3 2 5 കട്ട കൊണ്ട് എന്ത് കാണിക്കാനാ? അതെ, നമുക്ക് ഏതായാലും ഒരുമിച്ചെല്ലാം കീഴടക്കാനായിട്ട് പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാക്കകളും കുരുവികളും ഒക്കെ മഴയൊക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ലേശം 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 എവിടെന്നേലും ഒക്കെ ഇങ്ങനെ ചകിരിനാരും അതുപോലെ എന്തേലും ഒക്കെ ഇലകളും ഒക്കെ ഇങ്ങനെ കൊത്തി 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 വീട് പണിയുന്ന കണ്ടിട്ടില്ലേ? നമുക്ക് അതുപോലെ പതിയെ ഇപ്പൊ കട്ട ഒരു 10 കട്ട എടുക്കാം, പിന്നെ ഒരു 15 കട്ട എടുക്കാം. പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് 100 കട്ട എടുക്കാൻ പറ്റുമെങ്കിൽ 100 കട്ട എടുക്കാം. അങ്ങനെ കട്ടകൾ എടുത്തെടുത്തെടുത്ത് വെക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഒരുമിച്ച് പൈസ ആവില്ലല്ലോ. പിന്നെ ബാക്കി സാധനങ്ങൾ, കമ്പി, സിമന്റ്, ഇതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ സമയത്ത് എടുത്തു വെക്കാം. ആഹാ, അത് കൊള്ളാലോ സച്ചേട്ടാ. ആ, അത് നല്ല ഐഡിയ ആണ് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ അത് നല്ല ഐഡിയ ആണെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാന് ഈ കട്ട പെറുക്കി നിലത്ത് വെക്കാം. നീ ഇതെടുത്തോണ്ട് അകത്ത് കയറ്റി നമുക്ക് നേരെ ടെറസിന്റെ മണ്ടേ കൊണ്ടുവയ്ക്കാം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂടി ഈ കട്ടയൊക്കെ പെറുക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കണ്ടിട്ട് ഇതെന്താ കാണിക്കുന്നത്? കട്ട പെരക്കകത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്? ഇതെന്തിനാ ഈ 3 4 കട്ട ഇങ്ങോട്ട് പെറുക്കിക്കൊണ്ട് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഞങ്ങള് മേളിലെ റൂം കെട്ടാൻ പോവാ. ഈ 5 കട്ട വെച്ചിട്ടോ. ഇത് മറ്റേ ഹോമകുണ്ടം വെക്കാൻ പോലും ഈ 5 കട്ട തികയത്തില്ല. ഒരു ഹോമം നടത്തണമെങ്കിൽ തന്നെ കുറച്ച് കട്ട ഏറെ വേണം. ഇതിപ്പോ എന്തിനുണ്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ, ഇതിപ്പം 5 കട്ട, കുറച്ച് കഴിയുമ്പോ 10 ആകും, 12 ആകും, 20 ആകും, 50 ആകും, 100 ആകും, അങ്ങനെ കുറേ കട്ടയാകും. അപ്പൊ ഞങ്ങൾ ഇവിടെ വീട് വയ്ക്കും. അപ്പോഴത്തേക്കും രവീന്ദ്രനും വന്നിട്ട്, മോനെ ഇതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇത് പ്രാന്ത് നട്ടപ്പാതിരക്കേ, ഇവന് പ്രാന്ത്, മുഴു പ്രാന്ത്. കെട്ടിയോളേ പറയുന്നത് കേട്ടിട്ട് കിടന്ന് തുള്ളുന്നു. മുകളിൽ റൂം വെക്കാൻ വേണ്ടി ഈ മറ്റേ കാക്കയൊക്കെ ശേഖരിക്കുന്ന പോലെ ഇപ്പോഴേ ശേഖരിച്ചോണ്ട് വരികയാണ്. എന്തുവാ രവിയേട്ടാ ഇത്? രവിയേട്ടന്റെ മോൻ ഇത്രയും ബുദ്ധിയുള്ളൂ എന്ന് പറഞ്ഞപ്പം, എന്താ ചന്ദ്രമതി, നിനക്ക് എന്താ ചന്ദ്രമതി? അവൻ ചെയ്യുന്ന നല്ല കാര്യമല്ലേ? അവര് കുറേശ്ശെ കുറേശ്ശെ പൈസ വെച്ച് അവരിത് ഉണ്ടാക്കട്ടെ, നിനക്ക് എന്താ പ്രശ്നം? നീ നിന്റെ കാര്യം നോക്കിപ്പോ ചന്ദ്രമതി എന്ന് പറഞ്ഞ് ചന്ദ്രനും അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കട്ട ചുമന്ന് മേളിലേക്ക് കയറ്റുന്ന അടിപൊളി രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഞാൻ ഏകദേശം ഇന്ന് ഇത് പറഞ്ഞ് നിർത്താണേ. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഇടാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ കാര്യമൊക്കെ ആയിട്ട് ഇച്ചിരി നടക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇനി ഒരു ഗ്യാപ്പൊക്കെ വരുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒന്ന് സഹകരിച്ചേക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.